അടിസ്ഥാനം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സ്പിരിച്വാലിറ്റി തന്നെയാണ്. എനിക്കെങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാമെന്നൊന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ റേക്കി കൂടെ ഉണ്ടാവും. എൻറ്റിറ്റീസ്, അതുപോലെ നെഗറ്റീവ് എലമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും റേക്കിയിലൂടെ നമുക്ക് സൗഖ്യപ്പെടുത്താൻ സാധിക്കും. പ്രപഞ്ചത്തിലെ ഊർജം നമുക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടതും നമ്മളാണെന്ന് ബോധ്യം മാത്രം ഉണ്ടായാൽ മതി. എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരുടെയും നന്മയ്ക്കായി മാത്രം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ നന്മയും നമുക്ക് കാണാൻ സാധിക്കും. റേക്കി ഉപയോഗിച്ച് ചീത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ എന്ന് ചിന്തിച്ചോ, എൻ്റെ പതനം അന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പാസ്റ്റ് ജന്മങ്ങളിൽ ഏതോ ഒരു ജന്മത്തിൽ റേക്കി പഠിച്ചിട്ടുള്ളവരാണ് ഈ ഒരു പോയിന്റിലെത്തുമ്പം റേക്കിയിലേക്ക് തിരിയുന്നത്. ഈ റേക്കി നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും? അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾസ് ഒക്കെ വെച്ചിട്ട്, ഞാനിപ്പോൾ ഒരു റോഡിലേക്ക് പോവാണ്, അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു അപകടം വരിക, അല്ലെങ്കിൽ അപകടത്തിൽ നിന്ന് എനിക്ക് രക്ഷ നേടാൻ ഇതിൻ്റെ ചില സിമ്പിൾസ് കൊണ്ടൊക്കെ എനിക്ക് സഹായകമാകുമെന്നൊക്കെ ഒരു രീതിയുണ്ട്. ഇതെങ്ങനെയാണ് എനിക്കൊന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നത്? ഓക്കെ, റേക്കി എന്ന് പറഞ്ഞാൽ റേക്കി 2 വേർഡ് ജാപ്പനീസ് ആണ്. റേക്കി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചശക്തിയുടെ ഊർജം എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചശക്തിയിലെ ഊർജത്തെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഓരോ ഹീലിങ്ങും പ്രൊട്ടക്ഷൻ ആണെങ്കിലും എന്തു തന്നെയാണെങ്കിലും സിമ്പിൾസ് വച്ച് ചെയ്യുന്നൊരു മൊഡാലിറ്റിയാണ്. സോ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണോ? റേക്കി കൂടെയുണ്ട്. നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ റേക്കിയിൽ ചില സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വീട്ടിൽ വെച്ച് തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ സിമ്പൽ യൂസ് ചെയ്യാവുന്നതാണ്. റേക്കി നിങ്ങളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഒരു പ്രോബ്ലത്തിൽ, എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ പെടുകയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കാണുന്നതിനും എത്രയും സഡനായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു ശക്തിയാണെന്ന് തന്നെ പറയാം റേക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു പ്രൊട്ടക്ഷനായിട്ട് മാറാനായിട്ടാണോ നമ്മൾ റേക്കി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? നെവർ. പ്രൊട്ടക്ഷൻ എന്നൊരു കോൺസെപ്റ്റ് മാത്രമല്ല, നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ സാഹചര്യങ്ങളിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും റേക്കിയെ കൊണ്ട് സാധിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ അവിടെയും നമുക്ക് യൂസ് ചെയ്യാനുള്ള സിമ്പിൾസ് ഉണ്ട്. നിങ്ങളൊരു എന്താ പറയുക, ഇപ്പം എന്തെങ്കിലും രീതിയിലൊരു എക്സാം പാസ്സാവുന്ന കാര്യത്തിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളതിന് ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം. ദെൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടും ചില ആളുകൾ ഫെയിലിയർ ആവുന്നത് കാണാം. ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കാൻ റേക്കി കൂടെ ഉണ്ടാവും. പിന്നെ നമ്മളെപ്പോഴും സെൽഫിഷ് മെൻറ്റാലിറ്റിയോട് കൂടി ഒരിക്കലും റേക്കിയെ അപ്രോച്ച് ചെയ്യാതിരിക്കുക. സ്വന്തം കാര്യം മാത്രം നേടാൻ വേണ്ടിയിട്ട്, സ്വന്തം കാര്യത്തിനായി മറ്റുള്ളവരെ ഹാം ആക്കാത്ത രീതിയിലാണെങ്കിൽ മാത്രമേ റേക്കി കൂടെ ഉണ്ടാവുള്ളൂ. വേറൊരാൾക്ക് ദ്രോഹം ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുവോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് അത് ആ ഒരു കാര്യത്തിന് റേക്കി സഹായിക്കില്ല എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നേരത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാത്തതിൻ്റെ അപ്പുറത്തേക്കും ഈ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളെക്കാട്ടിലും നമുക്ക് കൂടുതൽ റിസൾട്ട് വേണമെന്ന് ചിന്തിച്ച് ഈ റേക്കി ഉപയോഗിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ റിസൾട്ടുകൾ അധികം കിട്ടാത്തത്. ആക്ച്വലി നമ്മൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ എന്നതിലുപരി എനിക്ക് എത്രമാത്രം നന്നായിട്ട് പെർഫോം ചെയ്യാം, എനിക്കെങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല രീതിയിലുള്ള മാർക്കാണെങ്കിലും എന്ത് തരം കാര്യങ്ങളാണെങ്കിലും എനിക്കെങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാമെന്നൊന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ റേക്കി കൂടെ ഉണ്ടാവും. നമ്മളെപ്പോഴും മറ്റുള്ളവനെക്കുറിച്ച് ബോധേഡാവുന്നതിനേക്കാൾ ഉപരി നമ്മളെക്കുറിച്ച് ബോധേഡാവുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് വെച്ച് മറ്റുള്ളവരെ ഹാമാക്കാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കുകയും ചെയ്യരുത്. ഈ ബന്ധങ്ങളുടെ ഇടയിൽ അപ്പോൾ റേക്കി എങ്ങനെയായിരിക്കും സഹായകമാകുന്നത്? ബന്ധങ്ങളുടെ എല്ലാ പ്രോബ്ലംസിനും റേക്കി സഹായകരമാണ്. റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റേക്കി വെച്ച് അവരെ സൗഖ്യപ്പെടുത്താൻ സാധിക്കും. എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകാൻ റേക്കിക്ക് സാധിക്കും. അതൊരു ലോങ് ടൈം ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. ലോങ് ടേം സൊല്യൂഷൻ തന്നെയാണ്. ഈ പലരോടും സംസാരിച്ചപ്പോൾ പറയുന്നൊരു സംഭവമായിരുന്നു, റേക്കി എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം സൊല്യൂഷൻ എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു സാധ്യമല്ല എന്ന് കേട്ടിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ലോങ് ടേം സൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു പ്രാക്ടീഷണർ പറയുകയാണ്
ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ ഇന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ഇൻസ്ട്രക്ഷൻ തരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, നമുക്ക് നല്ലൊരു വൈറൽ ഫീവറാണ്. വൈറൽ ഫീവറിന് 9 days നിങ്ങൾ മെഡിസിൻ കഴിച്ചാലേ മാറുള്ളൂ, അല്ലെങ്കിൽ 7 days നിങ്ങൾ മെഡിസിൻ കഴിക്കണം, ആൻറ്റിബയോട്ടിക് മുടക്കരുത് എന്ന് പറഞ്ഞാൽ ആ 7 days അല്ലെങ്കിൽ 9 days നിങ്ങൾ കഴിച്ചിരിക്കണം, വേണ്ടേ? അത് 2 days കഴിച്ചിട്ട് പിന്നെ കഴിക്കാതിരുന്നാൽ അതിൻ്റെ ഫലം കിട്ടുമോ? ഇല്ല. അതേപോലെ തന്നെ റേക്കി നിങ്ങളോട് പ്രാക്ടീഷണർ എത്ര ദിവസം എങ്ങനെ ചെയ്യണമെന്നാണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഈ റേക്കി അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങളുണ്ടോ? റേക്കി പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ചെയ്യുക, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. പക്ഷെ അതല്ലേ ഏറ്റവും ഒരു പ്രശ്നമായിട്ടുള്ളത്. നല്ലത് ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, റേക്കി അവരുടെ ജീവിതത്തിലേക്ക് വന്നത് അവരുടെ ഏറ്റവും മോശം കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സമയത്താണ് റേക്കി അവരെ തന്നെ തേടി വരികയായിരുന്നു, അല്ലെങ്കിൽ ആ റേക്കിയിലേക്ക് അവർ എത്തിപ്പെടുകയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ആ ഒരു റേക്കിയിലേക്ക് എത്തുന്നത്. ആക്ച്വലി റേക്കി പ്രപഞ്ചത്തിലെ ഊർജ്ജമാണെന്ന് പറഞ്ഞല്ലോ. പ്രപഞ്ചത്തിലെ ഊർജ്ജം നമുക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടതും നമ്മളാണെന്ന് ബോധ്യം മാത്രം ഉണ്ടായാൽ മതി. അതിൽ ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, റേക്കിക്ക് ഒരു കാര്യം മാത്രമേ നിർബന്ധമുള്ളൂ, നമ്മൾ മറ്റുള്ളവർക്ക് ഹാം ആവാതിരിക്കുക. എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരുടെയും നന്മയ്ക്കായി മാത്രം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ നന്മയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ മോശമായ ഒരു സ്റ്റേജിലാണ് നമ്മൾ റേക്കിയിൽ എത്തിപ്പെടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഡെസ്റ്റിൻഡ് ആയിരിക്കും. റേക്കിയാണ് അവരെ ചൂസ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ആരും റേക്കി ചൂസ് ചെയ്യുന്നില്ല. എത്രയോ ആളുകൾക്ക് റേക്കി പഠിക്കണം എന്ന് എബൌട്ട് 10 years ആയിട്ട് പോലും ആഗ്രഹിച്ച് നടക്കുന്ന പല ആളുകളെയും എനിക്കറിയാം. പക്ഷേ വൺസ് റേക്കി അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ആ സമയമായാൽ അവരെങ്ങനെയും അത് പഠിച്ചെടുക്കുകയും അതിൻ്റെ ഒരു നല്ല പ്രാക്ടീഷണറായിട്ട് മാറുന്നതുമാണ് കാണാറ്. അപ്പം അങ്ങനെ ആകുന്ന ആൾക്കാരാണ് കൂടുതലും അവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ റേക്കിയിലൂടെ അവർക്ക് കിട്ടിയ കാര്യം മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അതെ. അല്ലാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ സ്വന്തം, നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ആവശ്യം ഉണ്ടപ്പോൾ ഞാൻ റേക്കി ഉപയോഗിക്കാം, അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വരില്ലേ. എന്ന് വെച്ചാൽ സ്വന്തം കാര്യം മാത്രം. അതിൽ ഈ റേക്കി ഉപയോഗിച്ച് ഇനി ബാക്കിയുള്ളവർക്ക് ഈ നമ്മൾ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നിട്ടുണ്ട്, ഈ കൂടോത്രമാണെങ്കിലും അങ്ങനെ കൈവശം കൊടുക്കുകയാണെങ്കിലും ആ ഒരു രീതിയിൽ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയില്ലേ, അത് റേക്കിക്കകത്തുണ്ടാവോ? നമ്മളിപ്പം അതാണ് പറയുന്നത്, എൻ്റെ ഇൻറ്റൻഷനാണ് എല്ലാത്തിലും പ്രാധാന്യം. ഞാൻ നല്ലത് വിചാരിച്ചൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ റേക്കി അവിടെ നല്ലതായിട്ട് തന്നെ കൂടെ ഉണ്ടാവും. പക്ഷേ ഞാൻ ചീത്ത വിചാരിച്ചൊരു കാര്യം ചെയ്താൽ റേക്കി കൂടെ ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. ഒരു നെഗറ്റീവായിട്ട് നമുക്ക് റേക്കി ഉപയോഗിക്കാൻ പറ്റില്ല, ഒരിക്കലും സാധിക്കില്ല. അത് റേക്കിയുടെ ഒരു ഗുണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് റേക്കിയുടെ ഗുണം തന്നെയാണ്. ഇനി നെഗറ്റീവായിട്ട് ഒരാൾ എന്തെങ്കിലും ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ നിമിഷം റേക്കി അവരിൽ നിന്ന് മാഞ്ഞു പോയി എന്നതാണ് നമ്മുടെ മാസ്റ്റേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ റേക്കി ഉപയോഗിച്ചിട്ട് നമുക്കൊരിക്കലും ഒരു ദോഷ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. ഒരാൾക്കും അങ്ങനെ ഇപ്പം റേക്കി ഉപയോഗിച്ച് നമുക്കൊരു ദോഷകാര്യം ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ മനസ്സാണ്. റേക്കി ഉപയോഗിച്ച് ചീത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ എന്ന് ചിന്തിച്ചോ, എൻ്റെ പതനം അന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാനിപ്പം ആതിരയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു, അത് ഒരു പക്ഷേ ആതിരയ്ക്ക് അതിൻ്റെ ഫലം കിട്ടിക്കൊള്ളണം എന്നില്ല, എനിക്കതിൻ്റെ ഫലം കിട്ടിയിരിക്കും ഡെഫിനറ്റ്ലി. അത് നമ്മൾ ഈ കൂടോത്രം ചെയ്യുമ്പോൾ പറയുന്ന കാര്യം തന്നെയല്ലേ, കാരണം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് തിരിച്ച് ഒരു അടിക്കുന്ന പോലെ അത് ഉറപ്പല്ലേ തന്നെ വരിക. നമ്മൾ എന്ത് വിതയ്ക്കുന്നുവോ അതേ നമുക്ക് കൊയ്യാൻ സാധിക്കുള്ളൂ. നല്ലത് വിതച്ചാൽ മാത്രമേ നമുക്ക് നല്ലത് കൊയ്യാൻ സാധിക്കുള്ളൂ. ഈ റേക്കിയില് സ്പിരിച്വാലിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? സ്പിരിച്വാലിറ്റി ആണ് അതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ളത്. അടിസ്ഥാനം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്. അടിസ്ഥാനം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സ്പിരിച്വാലിറ്റി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അല്ല, നമുക്കിപ്പോൾ ഈ റേക്കിയിലെ കൂടുതലായിട്ടും കേട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര മോശം സാഹചര്യത്തിൽ റേക്കിയിലേക്ക് വരുന്ന ആൾക്കാർ, അപ്പോൾ അവർക്ക് അതുവരെ ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു യാതൊരു വിധ ഈ ഒരു വർഷിപ്പുകൾ അല്ലെങ്കിൽ റിച്വൽസ് ഒന്നും പിന്തുടരുന്ന ആൾക്കാരോ അങ്ങനത്തെ യാതൊരു വിധ സ്പിരിച്വാലിറ്റി ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ അവർ ഈ റേക്കിയിലേക്ക് എത്തിപ്പെടുന്നു. ഈ റേക്കിയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്ന സമയത്താണെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പല ജന്മങ്ങൾ എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. നമ്മുടെ പാസ്റ്റ് ജന്മങ്ങളിൽ ഏതോ ഒരു ജന്മത്തിൽ റേക്കി പഠിച്ചിട്ടുള്ളവരാണ്
ഈ ഒരു പോയിന്റിലെത്തുമ്പം റേക്കിയിലേക്ക് തിരിയുന്നത്. അതും ഒരു യാഥാർത്ഥ്യമാണ്. പാസ്റ്റ് ജന്മങ്ങളിൽ ഒന്നും തന്നെ റേക്കിയെക്കുറിച്ചൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ആ ആൾക്ക് അത്ര പെട്ടെന്ന് റേക്കി കണക്ഷൻ കിട്ടില്ല. പക്ഷേ പാസ്റ്റ് ബർത്തിൽ നമ്മൾ അതിൽ കണക്റ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ബർത്തിൽ അവർക്ക് അതറിയാതെ പോകാനുള്ള ഒരു വഴി ഇല്ല. റേക്കി നമ്മൾ ഒരിക്കൽ പഠിച്ചാൽ ആ സോളിൽ അത് റേക്കി അറ്റ്യൂൺമെൻറ്റ് ഒരിക്കൽ കിട്ടിയ ഒരു സോളിന് എത്ര ജന്മങ്ങൾ എടുത്താലും റേക്കിയെ ഉപേക്ഷിക്കാനോ റേക്കി അവരെ ഉപേക്ഷിക്കുകയോ ഇല്ല. അപ്പൊ എപ്പോഴും അല്ലെങ്കിൽ അടുത്ത ജന്മത്തോളം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ ഒരു റേക്കി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആ ഒരു സോൾ തിരിച്ച് ഹയർ ബീയിങ്സിലേക്ക് എത്തിപ്പെടുന്നത് വരെ, അതായത് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെ റേക്കി കൂടെ ഉണ്ടാവും. ഈ സോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ റേക്കി ഉപയോഗിച്ചാൽ സാധിക്കുമോ? സാധിക്കും. അതെങ്ങനെയാണെന്നറിയോ? എന്തായാലും അതിൻ്റെ ടെക്നിക്സ് പഠിക്കണം. ഇതിന് പ്രത്യേക ടെക്നിക്സ് ഉണ്ടോ? എല്ലാത്തിനും സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു റേക്കി പ്രാക്ടീഷണർക്ക് സോളിന്റെ പ്രസൻസും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. സൊല്യൂഷൻ കണ്ടെത്താൻ റേക്കിക്ക് സാധിക്കും. സോൾ എന്ത്? യെസ്. അതും ഈ ഒരു പറയുന്ന ഒരു ലോങ് ടൈം എന്ന് വെച്ചാൽ ഇനി ഉണ്ടാവില്ലാത്ത രീതിയിൽ പരിഹാരം ഉണ്ടാക്കാൻ റേക്കി സാധിക്കും. റേക്കിയിലൂടെ നമുക്ക് ഈ പാസ്റ്റ് കർമ്മയുടെയും പ്രസന്റിൽ നടക്കുന്ന പ്രോബ്ലത്തിൻ്റെയും ഇനി ഫ്യൂച്ചറിൽ എന്താണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും നല്ലൊരു പ്രാക്ടീഷണറിന്. അത് എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ സോൾ കണക്ഷൻസ് ഒക്കെ. അതെ, പ്രാക്ടീസ് ചെയ്യണം. എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. മിറാക്കിൾസ് ആണെങ്കിൽ പോലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മളത് പഠിച്ച് അതിനകത്ത് സാധന വരുത്തി അതിലേക്ക് എത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നു അതനുസരിച്ചിട്ട് നമ്മളിലേക്കും റേക്കി വരുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഒരുപാട് എക്സ്പീരിയൻസ്. സോളിൻ്റെ എന്ന് വെച്ചാൽ സോൾ പ്രസൻസ് നമുക്കറിയാൻ സാധിക്കും. ഇപ്പം ഒരാളുടെ ഇപ്പം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ബാധാദോഷങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പം എൻറ്റിറ്റീസ് എന്ന് പറയാം. ബാധാദോഷങ്ങൾ എന്ന് പറയുന്നതിനുപരി എൻറ്റിറ്റീസ്, അതുപോലെ നെഗറ്റീവ് എലമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും റേക്കിയിലൂടെ നമുക്ക് സൗഖ്യപ്പെടുത്താൻ സാധിക്കും. അത് ഇപ്പോൾ അവരങ്ങനെ വരുന്നതാണോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് വന്നതാണോ, അതോ ഇപ്പോൾ നമ്മൾക്ക് റേക്കി പരമായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വന്നിട്ട് മാം തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണോ ഇവർക്ക് ഇതാണ് പ്രശ്നം എന്നുള്ളത്? ആക്ച്വലി ഒരു പ്രോബ്ലം ആകുന്ന സമയത്താണ് അവർ നമ്മുടെ അടുത്ത് എത്തിപ്പെടുന്നത്. നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് മനസ്സിലാവുന്നത്. അപ്പോഴാണ് പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു അതെ ഒരു സോൾ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ പാസ്റ്റ് കർമ്മയിലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ ഒരു നല്ലൊരു പ്രാക്ടീഷണറിന് സാധിക്കും.